Televis, നമ്മൾ ഇന്ന് ഈ കാണുന്ന പച്ച ഡിഫൻഡറെ മാർക്കോമുവിലെ പോലെ ബ്ലാക്ക് ഡിഫൻഡറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം, അതും മാറ്റ് ബ്ലാക്ക്. അപ്പോൾ ഈ നമ്മൾ ആദ്യം ഒരു ഡിഫൻഡറിനെ ഡിസസംബിൾ ചെയ്ത് ഇതിന്റെ മെറ്റൽ പാർട്സ് മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിന്റെ സ്ക്രൂ എല്ലാം ഊരുവാണ്. അപ്പോൾ ഈ ഡിഫൻഡറിന്റെ ബോഡി സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഇതിന്റെ അകത്തുള്ളത് ഇതൊക്കെയാണ്. ഇന്റീരിയർ എല്ലാം പ്ലാസ്റ്റിക് ആണ്, ആ ബോഡിയും അതിന്റെ ബേസും എല്ലാം പ്ലാസ്റ്റിക് ആണ്. പക്ഷെ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അത് ആ ഒരു കയ്യിൽ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. അപ്പോൾ ഗൈസ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് പെയിന്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഊരി മാറ്റുകയാണ്. അപ്പോൾ ഇതിന്റെ മെറ്റൽ ബോഡി മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതിനുവേണ്ടി ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം സ്ക്രൂ ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിഫൻഡറിന്റെ ടോപ്പ് ഊരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് വൈറ്റ് കളറാണ്, എന്നാലും നമ്മൾ ഈ ഒരു ഡിഫൻഡറിനെ ടോട്ടലായിട്ട് ബ്ലാക്ക് ആക്കാൻ പോകണം. അത്യാവശ്യം നല്ല മെറ്റൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ പെയിന്റ് പിടിച്ചിരിക്കാൻ വേണ്ടി സാൻഡ് പേപ്പർ കൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഈ സാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇനി അതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു നോർമൽ സ്പ്രേ പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾ ഇതിനെ അധികം വെളിയിലൊന്നും വെക്കാറില്ല. ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് വെക്കുന്നത്, അതുകൊണ്ട് പെയിന്റ് ഒന്നും ഇളകി പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോർമൽ പെയിന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇതിന്റെ ബോഡി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ പാർട്സ് എല്ലാം ഇനി പഴയ പോലെ റീഅസംബിൾ ചെയ്ത് വെക്കണം. സോ അതിനാദ്യം പെയിന്റ് ചെയ്ത് വെച്ച ബോഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് ഡോറും സൈഡ് ഡോറും എല്ലാം ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റ് ബ്ലാക്കിലോട്ട്. പെയിന്റിങ് ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല സെറ്റ് ആയിട്ടാണ് ആ ഒരു പെയിന്റ്, ആ ഒരു മാറ്റ് ബ്ലാക്ക് അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിന്റെ റെയർ ആൻഡ് ഫ്രണ്ട് ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് ആൻഡ് റെയർ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള പാർട്സ് നമുക്ക് ഫിക്സ് ചെയ്യണം. സോ അതിനുശേഷം നമുക്ക് ഇതിന്റെ ഒരു ടോപ്പ് ഫിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് വൈറ്റ് ആയിരുന്നു, അതിനെയും ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലാസിന്റെ പെയിന്റ് ഒന്നും മാറ്റിയിട്ടില്ല, കാരണം അതിനെന്തെങ്കിലും പെയിന്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫിനിഷിംഗിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് തോന്നി. ഈ ഒരു ഡിഫൻഡറിൽ ഓഫ് റോഡ് കിറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മമ്മൂട്ടിയുടെയും ജോജു ജോർജിന്റെ വണ്ടിയിലെ പോലെ. അപ്പൊ ആദ്യം എന്ന പോലെ നമ്മുടെ വണ്ടിയെ പഴയ പോലെ റീഅസംബിൾ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ ബാക്ക് ഡോർ വിത്ത് സ്റ്റെപ്പിനി. സോ നെക്സ്റ്റ് നമുക്ക് ഒരു ഫ്രണ്ട് എഞ്ചിനെ ഹെഡ്ലൈറ്റ് ഇതിനകത്തോട്ട് റീഅസംബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാം. സോ അവിടെയും കുറച്ച് സ്ക്രൂസ് ഉണ്ട് ഫ്രണ്ട് സൈഡ് ടൈറ്റ് ചെയ്യാൻ. സോ ഇതാണ് നമ്മുടെ ഡിഫൻഡറിന്റെ ബോണറ്റ്. ഇതിനകത്ത് രണ്ട് പ്ലാസ്റ്റിക് ഡിസൈൻ നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഡിഫൻഡറിന്റെ എല്ലാ സൈഡിലും ഡോർ ഫിക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം ബാക്കിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, കാരണം ബാക്ക് വെച്ചാൽ ഫ്രണ്ടിലത്തെ ഡോർസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കാരണം ഫ്രണ്ട് ഡോർ അടയുന്നിടത്താണ്, അല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്ത് വെക്കുന്നിടത്താണ് ബാക്ക് ഡോറിന്റെ സ്ക്രൂസ് വരുന്നത്. സോ ബാക്ക് സൈഡിലെ വർക്ക് കഴിഞ്ഞ് ഇനി ഫ്രണ്ടിലെ ഡോർസ് നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. ഫ്രണ്ടിലെ കഴിഞ്ഞു, ഇനി ബാക്കിലെ നമ്മുടെ സ്റ്റെപ്പിന് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ടോട്ടലി ഒരു ബോഡി ഫിക്സ് ആവും. സോ ഗൈസ് നമ്മുടെ ഡിഫൻഡറിന്റെ ബോഡി എല്ലാം സ്ക്രൂ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോഡിനെ ഈ ഒരു പ്ലാസ്റ്റിക് ബേസിലോട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ആദ്യം കണ്ടപോലെ തന്നെ ബേസ് ടൈറ്റ് ചെയ്ത് വെക്കാനും കുറച്ച് സ്ക്രൂ പരിപാടികളെല്ലാം ഉണ്ട്. സോ ഒരു ഡിഫൻഡറിന്റെ ടോട്ടൽ ലുക്ക് എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷ പെട്ടെന്നാണ് സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇനിയും കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ ഈ ഒരു ഡിഫൻഡറിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വണ്ടി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.